ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം, കുറച്ച് ഇവിടെ വന്നിട്ട് 4 മാസം 5ാമത്തെ മാസം തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഹോം ടൂറും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആവും, എന്നാലും നിങ്ങൾ കാണുക. അപ്പോൾ കാണാത്തവർക്ക് ഒന്നും കൂടി കാണാമല്ലോ. നമ്മുടെ വാടക വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ, സ്വന്തം വീടൊന്നുമല്ല, വാടക വീടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹോം ടൂറായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഈ നമ്മൾ റോഡിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ റോഡിലേക്കുള്ള വഴി കേട്ടോ. അങ്ങനെ അതുവരെ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് എത്തി. പിന്നെ നമ്മളങ്ങനെ ഇങ്ങോട്ട് വരുന്നത്, പിന്നെ ഇവിടെ ഈ ഒരു വീടും ഈ ഒരു ബിൽഡിങ്ങും പിന്നെ അപ്പുറത്തേക്കൊക്കെയാണ് കേട്ടോ വീട്. പിന്നെ ഇവിടെ നമ്മുടെ റിയാസ് ഖാൻ്റെ വണ്ടിയൊക്കെ നിർത്താനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദൂരത്തു നിന്ന് ആ വീട് കാണിച്ചത്, ഫുള്ളായിട്ട് ആ വീട് കാണിക്കുക. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീട് ഇതാണ്. അപ്പോൾ താഴത്തും മുകളിലും നമ്മൾ ഇരിക്കുന്നത് മുകളിലത്തെ പോർഷനിലാണ്, താഴത്ത് വേറൊരു ആൾക്കാരാണ്. അപ്പോൾ നേരെ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം അല്ലേ. പിന്നെ അതുപോലെ നമ്മുടെ ഈ വീടിൻ്റെ ഹൗസ് ഓണർ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ്, പ്രായിലാണ്. ഞാൻ കുഞ്ഞുനാളിലെ കാണുന്ന ഒരു ആൾക്കാരാണ് കേട്ടോ നമ്മുടെ ഹൗസ് ഓണർ. അപ്പോൾ ഒരു ഏട്ടനും ചേച്ചിൻ്റെ മകനുമാണ്. നല്ല സ്നേഹമുള്ള നല്ല ആൾക്കാരാട്ടോ നമ്മുടെ ഹൗസ് ഓണർ. എന്തെങ്കിലും പണി പറഞ്ഞാലൊക്കെ വേഗം റെഡിയാക്കി തരും. നല്ല ആൾക്കാരാട്ടോ. നമുക്ക് നല്ലൊരു ഓണറിനെ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഗേറ്റൊക്കെ ഇതാണ് കേട്ടോ ഗേറ്റ്. ഇങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് വണ്ടി കയറ്റണമെങ്കിൽ ചക്കറുണ്ട്, തിരിച്ചുള്ളിലേക്ക് കയറ്റാം. അപ്പോൾ ഞാൻ തൽക്കാലം അടച്ചു വെക്കട്ടോ, ആളുകൾ വരും. നമ്മുടെ ചെടി നശിപ്പിക്കും. ഈ ചെടി പറയാൻ കാര്യം നമ്മുടെ അവിടുത്തെ പോലെ മണിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു സൂചിമുല്ലുണ്ട്, പിന്നെ അതാ ഒരു കിണർ. അപ്പോൾ കിണറിൽ നിന്ന് വെള്ളം കുറച്ചൊരു മഞ്ഞ കളറായതുകൊണ്ട് നമുക്ക് വേഗം അവർ പൈപ്പ് വെള്ളത്തിൻ്റെ. അപ്പോൾ എന്നാലും നമ്മൾ ഈ വെള്ളം എടുക്കാണ്ടൊന്നും ഇരിക്കില്ല. നമുക്ക് തുണി അലക്കാനും തുടക്കാനും ഒക്കെ ഈ വെള്ളം തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടാങ്കൊക്കെ വെച്ചാൽ മതി കേട്ടോ. അതിൽ ഇതാണ് നമ്മുടെ ടാങ്ക്. വെള്ളം ചാടുന്നോ നോക്കാം. അപ്പോൾ ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കയറിയിട്ടുണ്ട് വെള്ളം, കുറച്ച് വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. അതിന് ഇതൊരു നേരം വെളുക്കണം. വെള്ളം വന്ന് തുടങ്ങിയിട്ടുള്ളൂ. തെങ്ങ് മുരിങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ലെങ്ത് കൂട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്താം കേട്ടോ. അവർക്ക് പിന്നെ 4-3 വണ്ടികളുണ്ട്. അവർ കുറച്ച് വലിയ ഫാമിലിയാണ് കേട്ടോ. പക്ഷേ നല്ലൊരു അടിപൊളി ഫാമിലി കേട്ടോ. ഞാൻ ഇതുപോലെ വലിയൊരു ഫാമിലിക്ക് കല്യാണം കഴിച്ച് പോകണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുപോലെ തന്നെ പോയത് കേട്ടോ. പക്ഷേ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടിപ്പിടുത്തൂല്ല ആൾക്കാർ. ഏട്ടനനിയന്മാരും ഏട്ടനനിയന്മാരുടെ വൈഫുകളും ഒന്നും ഒരു കൂട്ടിപ്പിടുത്തൂല്ല. എല്ലാവരും പാടെ ഒന്നിച്ചൊരു വീട്ടിലിരിക്കുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ. ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഓരോരുത്തരും ഓരോ പണിയൊക്കെ ചെയ്ത് കളിച്ച് ചിരിച്ച് കൂട്ടുകുടുംബത്തോടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. കുഞ്ഞുനാൾ മുതലേ അങ്ങനെ എന്നെ അവിടുത്തെ താത്തയൊക്കെ പറഞ്ഞ കളിയാക്കും, നിന്നെ വലിയ കുടുംബത്തേക്ക് കെട്ടിച്ച് കൊടുക്കണം അങ്ങനെയാണെന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം ഞാൻ പറയും ഞാൻ നിറയെ ആളുകളുടെ വീട്ടിൽ തന്നെ ഞാനും പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഇപ്പോൾ ഇവരിവിടെ വന്ന് ഇവരെ കണ്ട ശേഷം ഇവൻ്റെ ഇവിടെ എന്താണ് 2 പെണ്ണും ഒരാണുമാണ്. നല്ല ഫാമിലി. അടുത്ത് എനിക്ക് നല്ല ഒത്തൊരുമയാണ്. ഇവിടെ പോകുമ്പോൾ ഒപ്പം പോകും, വരും. ഇവിടെ ഇരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരൊപ്പം തന്നെ വരുള്ളൂ കേട്ടോ. അവൻ്റെ മക്കളും 4 ആളുണ്ട്. അവർ കാണുമ്പോൾ എന്താ പറയുക, നല്ലൊരു ഇഷ്ടം ഫാമിലി കേട്ടോ. നല്ല ഇതുപോലെ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ കണ്ടില്ലേ, ഒരു കൊല്ലത്തിന് വേറായി. എന്താ പറയുക, എല്ലാവരും ഓരോ ഭാഗത്ത് വേറെ വേറെ ആയിപ്പോയി. ഒന്നിച്ചിരിക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞതും വേറെ വന്നു. ഇളച്ചി മുത്തച്ചികളൊന്നും ഒരു ഒത്തൊരുമില്ലാത്ത പോലെയാണ്. എല്ലാവരും ഒന്നിച്ചിരിക്കണമെങ്കിൽ നല്ല രസമായിരിക്കും. പണ്ടെന്ന കാര്യം നമ്മളെപ്പോലെ ആയിരിക്കില്ലേ മറ്റുള്ളവർ. അപ്പോൾ ഇതിൻ്റെ ഈ ഫാമിലി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. ഇതുപോലെ നമ്മുടെ ഫാമിലി ഒത്തൊരുമോടെ ഇരിക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരുന്നു, നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ ഇവൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ കേട്ടോ. സ്നേഹം കൂട്ടിക്കൊടുത്തമാണ്. ഒന്നിച്ചിരിക്കാനുള്ളൊരു മനസ്സും കൂടി കാണും. നമുക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് മറ്റുള്ളവർക്കും കൂടി ഉണ്ടാവുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് അയൽ തുണികളൊക്കെ ഇടാനുള്ള സൗകര്യം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകി, അപ്പത്തിന് ക്ലിയർ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നേരെ ഇതിൻ്റെ താഴെ ഇതാട്ടോ ഈ വാങ്ങാം. പിന്നെ നമുക്ക് മുകളിലേക്കാണ് സ്റ്റെപ്പ്. പിന്നെ നമുക്ക് ഇവിടെ സൈഡിൽ കുറച്ച് അടിച്ചു വരാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അടിക്കുക, ഒഴിവിട്ടുമ്പോൾ നമുക്ക് ഇവിടെ അടിക്കാം, അവിടെ അടിക്കും. നേരെ പോകുന്നത് സ്റ്റെപ്പിലേക്കാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം അല്ലേ. ഇതാണ് കേട്ടോ ഹാള്. ഇതാണ് ഒരു ഹാള്. അവിടെ പാത്രക്കുട്ടി കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ മരുന്ന് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വന്നിട്ട് വിഷയനുണ്ട്, ടി വി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് സിറ്റ് ഔട്ടാട്ടോ. സിറ്റ് ഔട്ട് ഇവിടെ തുണികളൊക്കെ ഇടാട്ടോ. അപ്പോൾ ഞാൻ ചിരട്ടൊക്കെ ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഇവിടെ ചെറിയൊരു കറ്റാർ വാഴ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താ എണ്ണ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ട് പരിക്കേനെ എടുത്ത് വെക്കാൻ അറിയില്ല. പിന്നെ ഇതാണ് അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ട്. ഇനി നമുക്ക് റൂമിലേക്ക് പോകാം അല്ലേ. ഞാൻ ഇവിടെ ജസ്റ്റ് വെറുതെ കർട്ടൻ ഇട്ടാണ് കേട്ടോ. ലൈറ്റ് ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒക്കെ വലിച്ചു വാരിയിട്ട് എൻ്റെ മുസല്ലയിൽ ഫാത്തിമ മൂത്രം ഒഴിച്ചു വിട്ടു. അപ്പം ഞാൻ മുസല്ല അവിടെ വെച്ച് കസ്കി ഇട്ട് കേട്ടോ മുസല്ല. അപ്പോൾ ഇതാണ്. പിന്നെ ഇവിടെ ജനലൊക്കെ ഉണ്ട് കേട്ടോ. ജനലടക്കം നല്ല പാടാണ്. ഈ നേരെ അടക്കണം അല്ലെങ്കിൽ കൊതുക് വരും. പിന്നെ ഇവിടെ നമുക്ക് ഷെൽഫൊക്കെ ഉണ്ട് കേട്ടോ. സാധനങ്ങൾ വെക്കാനുള്ള ഷെൽഫുകളുണ്ട്. അങ്ങനെ ഷെൽഫുകളുണ്ട് കേട്ടോ. ഞാൻ കട്ടിൽ ബെഡ് ഇവിടെ ഇടും, താഴ്ത്തിടും. പിന്നെ അലമാറ. റൂമിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പോൾ നമുക്കിനി നേരെ അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള കേട്ടോ. അടുക്കളയിൽ പോകണമെങ്കിൽ സെൻട്രലായിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. അപ്പോൾ ജസ്റ്റ് ബാത്റൂം ഒന്നും വേണമെങ്കിൽ കാണിക്കാം. ബാത്റൂം ഇതാട്ടോ. നമ്മുടെ ഇത് ബക്കറ്റ് അങ്ങോട്ട് പോകാത്ത. അപ്പോൾ ഇതാണ് നമ്മുടെ കൊട്ടാരം. അടുത്ത അടുക്കള നോക്കിയാവും. അപ്പോൾ ചെറിയൊരു അടുക്കള കേട്ടോ. അപ്പം ഞാൻ പരിപ്പ് കറിയും മാന്തള വറുത്തും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു കുഞ്ഞടുക്കള. ജനലൊക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജ് മൺചട്ടി. ഇതിട്ട് വെള്ളം നല്ല തണുപ്പാട്ടോ വെള്ളം കുടിക്കാൻ. നല്ല തണുപ്പാണ്. അപ്പം ഇതിനുള്ളൂ അടുക്കളയിലുള്ള വിശേഷങ്ങൾ പറയാൻ. പിന്നെ മുകളിൽ ഞാൻ ഡ്രമ്മ് അത്യാവശ്യം താഴെ എടുക്കാത്ത സാധനങ്ങളൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വെക്കും. ഗ്യാസ് അടുപ്പും കിടപ്പ് വന്നിട്ട് ഇനി മാറ്റണം കേട്ടോ. മാറ്റാനായി 16 കൊല്ലമായില്ലേ. മാറ്റണം. ഒരു ഡ്രമ്മ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തരാത്തപ്പൊക്കെ നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുടിവെള്ളം ചിലപ്പം കയറും ചിലപ്പം കയറില്ല. അപ്പോൾ നമ്മൾ അത് നിറച്ച് വെക്കണം. അപ്പോൾ അത്യാവശ്യം ചെറിയ നമുക്ക് ഒരാൾക്ക് നിന്ന് പെരുമാറാനുള്ള അടുക്കളൊക്കെ ഉണ്ട്. പാത്രങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം ആണിയുള്ളതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സ്ലാബിൻ്റെ അവിടെ ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അടുക്കളയത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ട് ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ അത്യാവശ്യം എല്ലാ കാഴ്ചകളും കാണും. ഇനി നമുക്ക് മുകളിൽ പോവാട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ മുകളിലേക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മുകളിലേക്ക് പോവുകയാണ്. മുകളിൽ കയറാൻ റെഡിയാ. ആദ്യമായിട്ട് കയറിയതുകൊണ്ട് ഒരു കിടപ്പുണ്ട് കേട്ടോ. പേടിയാണെങ്കിൽ കയറാൻ പേടി, ഇറങ്ങാനും പേടിയാണ്. അതാണ് ഞാൻ ഇങ്ങനെ കയറാൻ നോക്കിയിട്ട് 2 അണ്ണാക്കുട്ടികൾ ഒപ്പം ആ വീട്ടിൽ നോക്കി കാണിച്ചോട്. 2 കുഞ്ഞാപ്പം മുത്തുമണി പോലെ ഉണ്ട് അല്ലേ. കൂട് കെട്ടിയിട്ടുണ്ടാവും. അതാ ഓട്ടുപേരൻ്റെ വീട്ടിൽ സൂം ചെയ്ത് നോക്കുക. പിന്നെ ഈ വീട്ടിൽ കല്യാണമൊക്കെ കഴിഞ്ഞതല്ലോ. ഇതൊക്കെയാണൊക്കെ ഇതാട്ടോ. നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി. അപ്പോൾ മുകളിൽ ഇതാ ഒറ്റ ഒന്നും ഇവിടുന്ന് കാണാം. പിന്നെ ഇതാ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നല്ലൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു കുരുമുളക് മരമുണ്ട്. ഇവിടുന്ന് നോക്കി നമ്മുടെ അപ്പുറത്തെ ഫ്ലാറ്റൊക്കെ കാണാം കേട്ടോ. അവിടെ റെൻറ്റ് എന്ന് പേരില്ല. റൂം ഫ്രം റെൻറ്റ് അത് 8, 9, 10. ഇവിടെ നിന്നൊക്കെ കുറേ കാഴ്ചകൾ ഇങ്ങനെ കാണാം കേട്ടോ. മോളിൽ കയറിയാൽ എന്താണ് വീടുകളൊക്കെ ഇതൊക്കെ ഇതാട്ടോ. റെൻറ്റിനുള്ള വീടുകളാണ് ഇതൊക്കെ. പിന്നെ വാങ്ങി കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ
നമ്മുടെ ഹോം ടൂർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. വാങ്ങി കൊടുത്തു, നിസ്കരിക്കാൻ സമയമായി. വാങ്ങി ഇവിടെ കിടക്കില്ല. റൈസ് ഇവിടെ മലക്കെ കിടക്കണതാ. റൈസ് കിടക്കുന്നത് നമ്മുടെ ടാങ്കിൻ്റെ മൂടി പറന്നു പോയി കേട്ടോ കാറ്റത്ത്. ഇതാണ് ഇപ്പം ഇപ്പുറത്ത് നോക്കിയാലും കാണാം കേട്ടോ. എനിക്ക് പേടിയായിട്ട് എത്തി നോക്കാൻ. തേങ്ങയൊക്കെ ഉണ്ട്. ഇനി എങ്ങനെ ഇറങ്ങി ആറിഞ്ച് എനിക്ക് ഇറങ്ങാൻ പേടിയാടി. മുകളിൽ കയറും ചെയ്തു. ഇറങ്ങാൻ പേടിയാ. എനിക്ക് പേടിയില്ല. അപ്പം ഇനി വാങ്ങി കൊടുത്തു പോയി നിസ്കരിക്കാം. അപ്പാൻ്റെ വണ്ടി തണുപ്പ്. അപ്പം മക്കളെ ഇന്നത്തെ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വാങ്ങി കൊടുത്തു. അപ്പോൾ വാങ്ങി വിളിച്ചു ഉണ്ടാവും. വാങ്ങി വിളിക്കണ നല്ല കേൾക്കും. മേപ്പറമ്പ് പള്ളി കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. അസ്സലാമു അലൈക്കും.